ആകെ കോള് ഒരേറെ നോട്ടം കൊണ്ടിന്നലെ ഏറെ മോന്തിയായിട്ടുള്ളൊരു മധുരമിടാ ചായയിൽ പങ്കുചേരുവാൻ വന്നൊരു മധുരമുള്ള വേദനേ ഏറെ മോന്തിയായിട്ടുള്ള സുഹൃത്തുക്കളെ, 2022 പുറത്തിറങ്ങിയ ഒരു സിനിമ കൊണ്ട് അറിയപ്പെട്ട പ്രദേശത്തേക്കാണ് ഇന്നത്തെ യാത്ര. ഗവിയെ പോലെ തന്നെ ഒരൊറ്റ സിനിമ കൊണ്ട് അറിയപ്പെട്ട പ്രദേശമാണ് ഇലവീഴ പൂഞ്ചിറ. ഈ അടുത്ത കാലം വരെ റോഡിൻ്റെ അവസ്ഥ ശോകമായിരുന്നു എന്നാണ് കേട്ടത്. പക്ഷേ ഇപ്പോഴിതാ വെട്ടിത്തിളങ്ങുന്ന കണ്ണാടി പോലെ കിടക്കുന്ന റോഡ്. ഈ വളവിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞിട്ടാണ് ഇലവീഴ പൂഞ്ചിറ വ്യൂ പോയിന്റ്. കോട്ടയം ജില്ലയിലെ മേലുകാവ് വില്ലേജിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. കോട്ടയത്തു നിന്നാണെങ്കിൽ 50 കിലോമീറ്റർ യാത്ര ചെയ്താലും പാലായിൽ നിന്ന് 25 കിലോമീറ്റർ യാത്ര ചെയ്താലും നമുക്കിവിടെ എത്തിച്ചേരാൻ സാധിക്കും. ഇവിടെ വന്നിറങ്ങിയ ഉടനെ കുറച്ച് ജീപ്പുകാർ ഞങ്ങളെ സമീപിച്ചു. ഏതൊക്കെ 2-3 വ്യൂ പോയിന്റുകൾ കാണിക്കാൻ വേണ്ടി 500 രൂപയാണ് അവർ ആവശ്യപ്പെടുന്നത്. എന്തായാലും വ്യൂ പോയിന്റിലേക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് നടന്നു പോകാൻ തന്നെയായിരുന്നു ഞങ്ങളുടെ തീരുമാനം. ഇവിടേക്ക് പ്രവേശിക്കുന്നതിന് നിലവിൽ എൻട്രി ഫീസ് ഒന്നും ഏർപ്പെടുത്തിയിട്ടില്ല. കഷ്ടിച്ച് 1 കിലോമീറ്റർ മാത്രമാണ് മേലേക്കുള്ളത്. ജീപ്പിന് പോകണമെങ്കിൽ അങ്ങനെ പോവാം, അതല്ല നടന്നിട്ടാണെങ്കിൽ അങ്ങനെയും മേലെ എത്തിച്ചേരാൻ കഴിയും. എന്തായാലും വലിയൊരു സ്റ്റീപ്പായിട്ടുള്ള കയറ്റമൊന്നും അല്ലാത്തത് കൊണ്ട് ആർക്ക് വേണമെങ്കിലും നടന്നിട്ട് തന്നെ മേലെ എത്തിച്ചേരാൻ കഴിയും. ഇതാണ് മേലേക്കുള്ള ഓഫ് റോഡിൻ്റെ കണ്ടീഷൻ. നമുക്ക് ജീപ്പിലിരിക്കുന്നവരുടെ അവസ്ഥ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. കാറ്റുകൊണ്ട് പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിച്ച് പുൽനാമ്പുകളിലും കുറ്റിക്കാടിലുമൊക്കെ തലോടി അങ്ങനെ നടന്നു നീങ്ങുക എന്നുള്ളത്, ആ ഒരു ഫീല് ഒരിക്കലും ഒരു ജീപ്പ് യാത്രയ്ക്ക് നൽകാൻ കഴിയില്ല എന്നുള്ളതാണ്. ജീപ്പിൽ വന്നാലും നമുക്ക് ഇവിടെയാണ് ലാസ്റ്റ് എത്തിച്ചേരാൻ കഴിയുക. ഇവിടുന്ന് അങ്ങോട്ട് മേലോട്ട് എന്തായാലും ഇറങ്ങി നടക്കേണ്ടതായിട്ടുണ്ട്. ഇവിടുന്ന് മേലോട്ട് വാഹനങ്ങൾ സ്ട്രിക്റ്റായിട്ടും പ്രോഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. മഹാഭാരതവുമായി ബന്ധപ്പെട്ട ഒരു റെഫറൻസ് ഈ സ്ഥലത്തെ സംബന്ധിച്ച് പറഞ്ഞു കേൾക്കുന്നുണ്ട്. വനവാസകാലത്ത് പാണ്ഡവർ ഇവിടെ താമസിച്ചു എന്നുള്ളതാണ് ആ കഥ. ഭീമസേനൻ പാഞ്ചാലിക്കായി നിർമ്മിച്ചതാണ് ഈ കുളം എന്നും പാഞ്ചാലി കുളിക്കാനായി ഈ കുളം ഉപയോഗിച്ചു എന്നുമൊക്കെയാണ് വിശ്വസിക്കപ്പെടുന്നത്. ദേവന്മാർ പാഞ്ചാലിയെ നോട്ടമിട്ടപ്പോൾ ഇന്ദ്രൻ ചുറ്റും പൂക്കൾ തീർത്തു. അങ്ങനെ ഈ ചിറ പൂഞ്ചിറയായി. കുന്നിൻ മുകളിൽ മരങ്ങളില്ലാത്തതിനാൽ ചിറയിൽ ഇല വീഴാത്തത് കാരണം ഇലവീഴ പൂഞ്ചിറ എന്നും അറിയപ്പെട്ടു. താഴേക്ക് നോക്കിയാൽ കാണുന്ന ആ ഒരു പിന്നി കിടക്കുന്ന ജലാശയമുണ്ടല്ലോ, അത് മലങ്കര ഡാമിൻ്റെ റിസർവോയറാണ്. മുട്ട മുതൽ ഇങ്ങോട്ട് നീണ്ടു കിടക്കുന്ന ഒരു നെടുനീളൻ റിസർവോയറാണ് ഇത്. ഇത്രയും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമായതുകൊണ്ട് മിന്നലേൽക്കാനുള്ള സാധ്യത ഇവിടെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇടിയും മഴയുമൊക്കെ ഉള്ള സമയത്ത് ഇങ്ങോട്ടുള്ള പ്രവേശനം തടയാറുണ്ട്. മിന്നൽ ഏറ്റുള്ള മരണം ഇലവീഴ പൂഞ്ചിറ എന്ന സിനിമയിൽ ഗതാഗതിയെ നിയന്ത്രിക്കുന്ന ഘടകമായിട്ട് വരുന്നുണ്ട്. നിലവിലുള്ള പോലീസ് വയർലെസ് സ്റ്റേഷനാണ് ഈ കാണുന്നത്. തൊട്ടപ്പുറത്ത് തന്നെ ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്മാരകമായിട്ട് പഴയ വയർലെസ് സ്റ്റേഷൻ കാണുന്നുണ്ട്.
അതുമായിട്ട് ബന്ധപ്പെട്ടാണ് സിനിമയിലെ പല ഭീകരമായ സംഭവങ്ങളും നടക്കുന്നത്. എന്തായാലും പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കുന്ന ആ ഒരു അനുഭവങ്ങളുണ്ടല്ലോ, മധുവും സുധിയും നേരിടുന്ന അനുഭവങ്ങളുടെ ആ ഒരു പരമ്പര, അതൊക്കെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തെളിഞ്ഞു വരും ഈ ഒരൊറ്റ കാഴ്ചയിൽ. പഴയ വിൻമില്ലിൻ്റെ ടെർബൈൻ പോർഷനാണ് നിലത്ത് വീണ് കിടക്കുന്നത്. വിൻമില്ലാണെങ്കിലും വയർലെസ് സ്റ്റേഷനാണെങ്കിലും കുറേ കാലമായിട്ട് ആരാലും അറ്റൻഡ് ചെയ്യപ്പെടാതെ അല്ലെങ്കിൽ നീക്കം ചെയ്യപ്പെടാതെ ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ്. വയർലെസ് സ്റ്റേഷൻ കഴിഞ്ഞ് കുറച്ച് ദൂരം കൂടി മലയുടെ മുൻപിലൂടെ മുന്നോട്ട് പോകാനായിട്ട് കഴിയും. 4 ഭാഗത്തേക്കും പ്രകൃതിയുടെ 360 ഡിഗ്രി സർക്കുലർ വ്യൂ ലഭിക്കുന്ന പ്രദേശമാണ് ഈ വ്യൂ പോയിന്റ്. അതുകൊണ്ട് തന്നെ ഉദയവും അസ്തമയവും കാണാൻ ഏറ്റവും പറ്റിയ സ്പോട്ടാണ് ഇത്. ഞങ്ങൾ അസ്തമയം കാണാൻ വേണ്ടി കുറേ ശ്രമിച്ചെങ്കിലും അതിനു മുമ്പ് തന്നെ സൂര്യൻ മേഘങ്ങളുടെ ഇടയിൽ മറഞ്ഞു കഴിഞ്ഞിരുന്നു. എന്നാൽ പിന്നെ 2 പാട്ട് പാടിയിട്ട് ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കാമെന്ന് തീരുമാനിച്ചു. മധുരമിടാച്ചായി പങ്കുചേരുവാൻ മധുരമുള്ള വേദന ഏറെ മോദിയായിട്ടുള്ളൊരു മധുരമിടാച്ചായി പങ്കുചേരുവാൻ മധുരമുള്ള വേദന കാലം മീറി കാലക്കേറ്റി സോഫയിൽ ഏറെ മോദിയായിട്ടുള്ളൊരു മധുരമിടാച്ചായയിൽ പങ്കുചേരുവാൻ മധുരമുള്ള വേദന